ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂണിറ്റിലെ മെഷീൻസ് പൂജയ്ക്ക് ഒരുക്കാനാണ് നോക്കുന്നത് കേട്ടോ. ആദ്യം എൻ്റെ മെഷീൻ തന്നെ തുടങ്ങാം. അത് മെഷീൻ ഉയർത്തി വെച്ച് അതിൻ്റെ ഹെഡ് ഉയർത്തി വെച്ച് ചിരിച്ച് വെച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഓയിൽ കൊടുക്കുകയാണ്. ഓയിൽ കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തുടയ്ക്കണം. അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. മണ്ണെണ്ണ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഓയിൽ കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ചെരിച്ച് വെച്ച് തുടച്ച് വൃത്തിയാക്കുക. അടിയിലും കുറച്ച് ഓയിലൊക്കെ പോയി കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തു. നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. ക്ലീനാക്കി ഇനി അത് ശരിക്ക് വെച്ച് അതിൻ്റെ ഓരോ ഹോളിലും നമുക്ക് ഓയിൽ കൊടുക്കാം. നന്നായിട്ട് തുടച്ചിട്ട് വേണം ഓയിൽ കൊടുക്കാം കേട്ടോ. നന്നായി തുടച്ച് മിനുക്കി എല്ലാ ഭാഗങ്ങളും തുടച്ച് മിനുക്കണം. അതിൻ്റെ അടിഭാഗവും നന്നായിട്ട് തുടയ്ക്കണം. ചക്രത്തിൻ്റെ ഭാഗവും ബാക്കി എല്ലാ ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കി. അതുപോലെ എല്ലാ മെഷീനും നമുക്ക് ചെയ്യണം കേട്ടോ. എല്ലാ ഹോളുകളിലും ഓയിൽ കൊടുത്തു. എല്ലാ ഹോളിലും ഓയിൽ കൊടുത്തു. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇത് എനിക്കുള്ളൂ. ഇനി വിജയദശമിയിൽ എന്നാൽ ഞാൻ ഉപയോഗിക്കുള്ളൂ. എല്ലാ മെഷീൻസും ഇതുപോലെ വൃത്തിയാക്കണം. ഉണ്ടോ? ഇതാണ് എൻ്റെ മെഷീൻ. ഓരോ മെഷീനും ഇങ്ങനെ കണ്ട വൃത്തിയാക്കി എല്ലാവരും അവരവരുടെ മെഷീനുകൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? പൂജയ്ക്ക് ഒരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് പൂജയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അമ്പലത്തിൽ പോകും. അവിടെ സരസ്വതി പൂജ കഴിച്ച് ആ പ്രസാദം കൊണ്ടുവന്ന് മെഷീനുകളുടെ ഒക്കെ നെറുകയിൽ തൊടിക്ക്, എന്നിട്ട് തൊട്ട് നെറുകയിൽ വെച്ച് തയ്ച്ചു തുടങ്ങും. അങ്ങനെയാണ് ഞാൻ വിദ്യാരംഭം ആരംഭിക്കാറ്. കണ്ടോ? എല്ലാ മെഷീനും കറക്റ്റായിട്ട് വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ പൂജയ്ക്ക് ഒരുങ്ങി എൻ്റെ മെഷീൻസ് എല്ലാം. ഓക്കേ.